47-ാം ദിവസം ഉച്ചയ്ക്ക് 2 മണി. ശ്രദ്ധിക്കുക, ഈ വീടിനെ നിയന്ത്രിക്കേണ്ട വ്യക്തിയാണ് ക്യാപ്റ്റൻ. ആ ക്യാപ്റ്റനെ കണ്ടെത്താനുള്ള ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാനുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കേണ്ട സമയമാണിപ്പോൾ. അതിനായി 3 പേരെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. എങ്കിലും ഓരോരുത്തർ 2 പേരുകൾ വീതം കാരണസഹിതം പറഞ്ഞാൽ മതിയാകും. എൻ്റെ ആദ്യത്തെ നോമിനേഷൻ റസ്മിനാണ്. ക്യാപ്റ്റൻസിക്ക് എല്ലാവർക്കും ഒരുപാട് പേർക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി അവസരങ്ങൾ കിട്ടി ഒന്നുകൂടി മുമ്പിലോട്ട് വന്ന് കളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ഒരാൾ റസ്മിനാണ്. രണ്ടാമത്തെ നോമിനേഷൻ നോറയാണ്. ആഗ്രഹം ഉണ്ടായിട്ടും വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാത്ത ഒരു അവസ്ഥയിൽ നോറ നിൽക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. അപ്പോൾ അവസരം കിട്ടാത്തവർക്ക് ഇനി അവസരം കിട്ടട്ടെ എന്ന ആഗ്രഹത്തോടെ കൂടെ ഞാൻ പറയുന്നു റസ്മിനും നോറയും. എൻ്റെ നോമിനേഷൻസിൽ ഞാൻ 2 അഭിഷേകുമാരെയും നോമിനേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനുള്ള ഒരു കഴിവും റെസ്പോൺസിബിൾ ആയിട്ട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ, മാതൃകയാക്കി കാണിച്ചു കൊടുക്കാനുള്ള ഒരു എബിലിറ്റിയുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് രണ്ടും അവരിൽ നിന്ന് കാണണമെന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ നോമിനേഷൻ അഭിഷേക് കെയും അഭിഷേക് എസും ആണ്. ഓക്കെ, ഒന്ന് ഞാൻ അഭിഷേക് എസിന് കൊടുക്കും. കാരണം ടാസ്കിലൊക്കെ ഭയങ്കര അഗ്രസീവ് ഫേസ് ഞാൻ കണ്ടു. അപ്പോൾ ക്യാപ്റ്റൻ ആയാൽ എങ്ങനെ ബോൾഡായിട്ടത് ചെയ്യുമോ എന്ന് കാണാൻ ആഗ്രഹമുണ്ട്. രണ്ടാമത്തെ പേര് അഭിഷേക് കെ ആണ്. അഭിഷേക് കെക്ക് എനിക്ക് തോന്നുന്നു ഐ ഷുഡ് ഗീവ് യു ചാൻസ്. സോ പവർഫുൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് കാണണം. ഞാൻ ഫസ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നത് സിജോ ആണ്. കാരണം ഇവിടുന്ന് ഒബ്വിയസ്ലി ലീഡിങ് ക്വാളിറ്റി എനിക്ക് എല്ലാവരും വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും സിജോ ആണ്. പിന്നെ അടുത്ത ആള് സായി. എങ്ങനെ ഇതാവും എനിക്ക് തോന്നുന്നു ആള് കൂളായിട്ട് നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. അപ്പൊ അതിനൊരു ചാൻസ് ഞാൻ തരാണ്. അപ്പൊ സായിയും. അപ്പൊ എന്റെ ഫസ്റ്റ് നോമിനേഷൻ സായി ആണ്. സായി എന്തുകൊണ്ടെന്ന് വെച്ചാൽ സായി ഇവിടെ ഭയങ്കര ലീഡറായിട്ട് നിന്ന് കളിക്കുന്നതോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട് നിന്ന് കളിക്കുന്നതോ രണ്ടും ഞാൻ കാണുന്നില്ല. സായിയായി സായിയുടെ പാടായി എന്നുള്ള രീതിയിലാണ് സായി നിൽക്കുന്നത്. പക്ഷെ അല്ല, സായിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് വരട്ടെ എന്നുള്ള രീതിയിലാണ് സായിയെ ഞാൻ നോമിനേറ്റ് ചെയ്തത്. രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത് നോറയാണ്. നോറയെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നോറയും അത്യാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. നോറ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ അങ്ങനെ അവസരങ്ങൾ ഒരുപാട് കിട്ടുന്നില്ല. പിന്നെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ പേഴ്സണൽ ഗ്രഡ്ജസ് ഒന്നും നിൽക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരോടും എല്ലാ രീതിയിലും നല്ലോണം നിന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നോറ. ഞാൻ ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത് അഭിഷേക് കെ ആണ്. എന്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് മനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഊർജ്ജം ഞാൻ അഭിഷേകിൽ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ ജിൻഡപ്പൻ. ഈ പ്രാവശ്യമെങ്കിലും ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ക്യാപ്റ്റൻ എന്നുള്ളത് ഒന്ന് കിട്ടാൻ ശ്രമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. മാക്സിമം നന്നായിട്ട് ആ ക്യാപ്റ്റൻസി ഉപയോഗപ്പെടുത്തും എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ നന്ദനെ ചെയ്യുന്നു. നന്ദന കഴിഞ്ഞ തവണ മത്സരിക്കേണ്ടായ ആളാണ്, ഫെയിലായിപ്പോയി. അപ്പോൾ അവർക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടട്ടെ എന്ന്. പിന്നെ നമ്മുടെ അഭിഷേക് കെ പറയണു. അദ്ദേഹം ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ട് എന്നോട് ഒത്തിരി റിക്വസ്റ്റ് ചെയ്ത ഒരാളാണ്. മാക്സിമം പരിശ്രമിക്കുക. അത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആവാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരാളാവട്ടെ. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് എൻ്റെ നോമിനേഷൻ സായി ആണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ എല്ലാവരെയും ഒന്ന് ഒബ്സർവ് ചെയ്യുമായിരുന്നു ഞാൻ വന്നതിന് ശേഷം. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും സായിക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഫസ്റ്റ് നോമിനേഷൻ സായി ആണ്. സെക്കൻഡ് നോമിനേഷൻ നോറയാണ്. നോറയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നോറ ഇതുവരെ ഒരു പവർ ടീമിൽ എനിക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല, അല്ലെ? ഒരു ക്യാപ്റ്റനായിട്ട് നോറ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഒരു അധികാരത്തിലേക്ക് എത്തുന്ന നോറ എന്താണെന്ന് എനിക്ക് കാണാനായിട്ട് ആഗ്രഹമുണ്ട്. നോറ ആൻഡ് സായി. ഞാൻ ആദ്യം റസ്മിനെ പറയാണ്. കാരണം ഓപ്പർച്യൂണിറ്റീസ് എന്ത് കിട്ടിയാലും അത് മാക്സിമം നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് റസ്മിൻ. അതുകൊണ്ട് റസ്മിൻ പറയുന്നു. രണ്ടാമത് അഭിഷേക് കെ പറയാണ്. അഭിഷേക് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഭയങ്കര ഒതുങ്ങി മാറി നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ അവൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെയും ഫസ്റ്റ് നോമിനേഷൻ അഭിഷേക് കെ ആണ്. കാരണം അവന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഉള്ളിൽ. അപ്പോൾ ഒരു ക്യാപ്റ്റൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. പിന്നെ ഒരു ക്യാപ്റ്റൻ ആവാനായിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെ ഉള്ള ഒരാളാണ് അഭിഷേക്. നെക്സ്റ്റ് നോമിനേഷൻ നോറയാണ്. നോറ ഇതുപോലെ തന്നെ ഒരുപാട് ടാസ്കുകളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ ക്യാപ്റ്റൻസി ടാസ്കിലും അത്യാവശ്യം നന്നായിട്ട് ചെയ്ത ഒരാളാണ്. സോ അതിന് രശ്മിനെ സെലക്ട് ചെയ്യും ഫസ്റ്റ്. സോ രശ്മിന് ആ ഒരു റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഫെയർ ആയിട്ട് കളിക്കാൻ അറിയാം. സെക്കൻഡ് നോറയെ പറയും. നോറയുടെ ഒരു കംഫർട്ട് സോൺ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ഒരു പ്ലെയർ ആയിട്ടും കണ്ടിട്ടുണ്ട്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത ആൾ ഇതുവരെ നോറയെ കണ്ടിട്ടില്ല. സോ നോറ ആൻഡ് രശ്മി. ഫസ്റ്റ് നോറയെ പറയും.
ലാസ്റ്റ് ടൈം ഞാൻ പറയണ്ടായിരുന്നു, ഇവിടെ വന്ന ടൈം മുതൽ ഇതുവരെ ഇത്രയും ദിവസമായിട്ടും പവർ ടീമിലും ആയിട്ടില്ല, ക്യാപ്റ്റൻസിയിലും വന്നിട്ടില്ല. സോ നോറയ്ക്ക് ഒരുപാട് പറയാനുണ്ട്, ചെയ്ത് കാണിക്കാനുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയതുകൊണ്ട് വൺ ഈസ് നോറ ആൻഡ് അതർ ഈസ് റസ്മിൻ. ബിക്കോസ് റസ്മിനെ ഞാൻ കണ്ട രീതിയിലല്ല ഇപ്പം ഞാനിവിടെ കാണുന്നത്. ബട്ട് എല്ലായിടത്തും ആക്സസ് ഉണ്ട്, എല്ലായിടത്തും എത്തുന്നുണ്ട്, വോയിസ് കുറച്ചും കൂടി ആളുകൾ ആക്സെപ്റ്റൻസി ഉണ്ട്. സോ അത് ക്യാപ്റ്റൻ ആവുമ്പോൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ താല്പര്യമുണ്ട്. എൻ്റെ ഫസ്റ്റ് നോമിനേഷൻ റസ്മിനാണ്. റസ്മിൻ ഭയങ്കര ആക്റ്റീവായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്, ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. സെക്കൻഡ് നോമിനേഷൻ ജിൻഡോ ചേട്ടൻ. ജിൻഡോ ചേട്ടൻ എല്ലാത്തിലും ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. സെക്കൻഡ് ജിൻഡോ ചേട്ടൻ. ഫസ്റ്റ് ഞാൻ അഭിഷേക് എന്ന് പറയുന്നു. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആഗ്രഹമുണ്ട്, ആൾക്കെല്ലാം ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഒന്നും കൂടി ആക്റ്റീവായി എല്ലാവരുടെക്ക് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ ചേട്ടനെ പറയുന്നു. പിന്നെ ജിൻഡോ ചേട്ടനാണ്. ജിൻഡോ ചേട്ടൻ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് പറഞ്ഞിട്ടായിരുന്നു എനിക്ക് ക്യാപ്റ്റൻ ആവണം, രണ്ടാമത്തെ ക്യാപ്റ്റൻ ആവണം. അത് നടന്നില്ല, ശ്രീജിത്ത് ചേച്ചിയായി. ഇനിയിപ്പോ ആവാൻ പറ്റുമെങ്കിൽ ജിൻഡോ ചേട്ടൻ ആവുക, നന്നായിട്ട് പ്രവർത്തിക്കുക. ഈ ആപ്പൂപ്പ പരിപാടികളിലാണ്ട് ശരിക്കത്തെ ഒരു ക്യാപ്റ്റനായിട്ട് നടന്നാൽ നടക്കട്ടെ. ഓക്കെ, ഞാൻ ഒന്ന് സിജോ ചേട്ടനാണ് കൊടുക്കുന്നത്. ബിക്കോസ് ആളുടെ ക്യാപ്റ്റൻസി എന്താന്ന് കണ്ടിട്ടില്ലായിരുന്നു. ആളിവിടെ ക്യാപ്റ്റൻസി കിട്ടിയിട്ട് അത് പെർഫോം ചെയ്യാൻ പറ്റാതെ ഇവിടുന്ന് പോയ ഒരാളാണ്. അതുപോലെ ഇവിടെ ഭയങ്കര കൂൾ ആൻഡ് സൈലന്റ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സായി. ആൾക്ക് റെസ്പോൺസിബിലിറ്റി കിട്ടിയാൽ എത്ര കൂളും സൈലന്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുള്ള കാര്യം എനിക്ക് കാണണം നല്ല ആഗ്രഹമുണ്ട്. അപ്പം സെക്കൻഡ് സായി. അപ്പോൾ ഞാൻ ഫസ്റ്റ് വോട്ട് നോറയ്ക്ക് കൊടുക്കുക. നോറയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ എനിക്കൊരു ആഗ്രഹം. അവൾക്ക് പവർ ടീമിലും കയറാൻ പറ്റിയിട്ടില്ല, ക്യാപ്റ്റൻസിലും കിട്ടിയിട്ടില്ല. അപ്പോൾ അവൾക്കൊരു ഓപ്പർച്യൂണിറ്റി. പിന്നെ നമുക്ക് ജിൻഡോ ചേട്ടൻ ഒരെണ്ണം കൊടുക്കാൻ പോവാം. ജിൻഡോ ചേട്ടൻ അടുത്തതിൽ നന്നാവുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. നന്നായില്ലെങ്കിൽ പിന്നെ ഒരിക്കലും വോട്ട് ചോദിക്കരുത്. ഓക്കെ. ഫസ്റ്റ് എനിക്ക് വോട്ട് ചെയ്യേണ്ട ക്യാപ്റ്റൻസിക്ക് വോട്ട് ചെയ്യേണ്ട പേഴ്സൺ വന്നിട്ട് റസ്മിനാണ്. റസ്മിൻ എന്തുകൊണ്ടാണ് മീൻസ് കോമൺ ലൈക്ക് എല്ലായിടത്തിലും പോകുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ എവിടെ പോയാലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ അത്ര വരില്ല. പക്ഷേ ഈ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത സിജോ, ഈ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്താൽ എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് നോക്കണം. സോ അതുകൊണ്ട് ഫസ്റ്റ് റസ്മിൻ. സെക്കൻഡ് വന്നിട്ട് നോറ. നോറ എന്തിനാണെങ്കിൽ പേഷ്യൻസ് കുറച്ച് കമ്മിയാണ് നോറാക്ക്, സ്റ്റാർട്ടിങ്ങിൽ നിന്നേ കമ്മിയാണ്. സോ ഈ ഒരു റെസ്പോൺസിബിലിറ്റി വന്നാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, പേഷ്യൻസ് ഇല്ലാണ്ട് കൈവിട്ട് പോവോ ഇല്ല പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുമോന്ന് എനിക്ക് കാണണം. സോ അതനാല റസ്മിൻ ആൻഡ് നോറ. ബിഗ് ബോസ് അഭിഷേക് കെ, റസ്മിൻ ആൻഡ് നോറ. 3 പേർക്കും അഭിനന്ദനങ്ങൾ. ഉച്ചയ്ക്ക് 2:20. ഐ മീൻ നീ ഇവിടെ ഏത് രീതിയിലാണ് ക്യാപ്റ്റൻസ് എടുക്കുന്നത് എനിക്കറിയില്ല. ഞാൻ എടുക്കുന്ന ഒരു ക്യാപ്റ്റൻസിന്റെ ഒരാൾ ക്യാപ്റ്റൻ ആകുമ്പോൾ അവരുടെ സ്വഭാവം ഏറ്റവും കൂടുതൽ ബ്ലാസ്റ്റ് ആവുന്ന ക്യാപ്റ്റനും പവറാണ്. കോഴ്സ് ഇവിടെ ക്യാപ്റ്റൻ ആക്കുന്നത് അവരുടെ ക്യാരക്ടർ പൊളിക്കാനാണ്. എനിക്ക് ക്യാപ്റ്റൻ ആവാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പോഴല്ല. ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ സന്തോഷം. എനിക്കില്ല ക്യാപ്റ്റൻസി നീ വിചാരിക്കുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, എല്ലാം ഞാൻ പറയുന്നില്ല. നോമിനേഷൻ ഫ്രീ ആവുന്നുണ്ട്, അതുമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ക്യാപ്റ്റൻസി മീൻസ് ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. നീ വിചാരിക്കുന്ന റെസ്പോൺസിബിലിറ്റി നീ എടുക്കുന്ന അത്ര ഈസി ആയിട്ടുള്ള ഈസി ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ കണ്ടറിയാത്തവർ കൊണ്ടറിയുന്നു. അതിനാദ്യം ജയിക്കണം, നല്ല കണ്ടറിയാൻ പറ്റും. 47-ാം ദിവസം ഉച്ചയ്ക്ക് 2:30. ഞാൻ ഇവിടെ പോയിട്ട് എന്നെ ആരും ക്യാപ്റ്റൻ ആക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിപ്പം എനിക്കൊരു ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഞാൻ എന്റെ ഇതെന്താ എന്ന് ഞാൻ പറഞ്ഞത്. ഓപ്പോസിറ്റ് നീ റസ്മിൻ. ഇപ്പൊ തന്നെ ഞാൻ ഒരു കാര്യം വേട്ടെ, ഇപ്പൊ റസ്മിൻ ക്യാപ്റ്റൻ ആയാൽ ചിലപ്പം ചില സമയത്ത് ഞാൻ ഷൗട്ട് ചെയ്യുന്ന സ്ഥലത്ത് അവളും മിണ്ടായിരിക്കാൻ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ എന്താവും ആണ്. ഇപ്പൊ നീ എന്നോട് മിണ്ടാണ്ടിരിക്കാൻ പറയുമ്പോൾ ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത് എന്റെ ഉള്ളിൽ നീ എന്നൊരു വ്യക്തിക്ക് ഞാൻ കൊടുക്കുന്ന വാല്യൂ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് മനസ്സിലായോ? ആ ഒരു കേസിൽ ഞാൻ അവിടെ ക്യാപ്റ്റൻ ആയാല് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റിസ്കി ഫാക്ടറാണ്. ഇപ്പൊ നോക്കാം, ഇപ്പൊ നിങ്ങ എന്ത് ഗെയിം വന്നാലും നിങ്ങൾ ഒളുങ്ങ ചെയ്യണം, നിങ്ങളുടെ 100% കൊടുക്കണം. ഇപ്പം എന്താ പറയാ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്സരേച്ചി ക്യാപ്റ്റൻ ആയ സമയത്ത് ഇവിടെ ഇഷ്യൂസ് ഉണ്ടായിട്ടല്ല റോക്കി ബ്രോ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പം ഞാൻ ക്യാപ്റ്റൻ ആയ ജിൻഡോ ചേട്ടൻ അളകും ആള് പുസ്തകത്തിന്റെ കുറിപ്പുകൾ എഴുതി ഉണ്ടാക്കും. അതിപ്പോ എനിക്കും ആ റിസ്ക് ഫാക്ടർ വരും, റസ്മിനും ജിൻഡോ ചേട്ടന്റെ സൈഡ് വരും. ലൈക്ക് ഈ കേസിൽ ഞാൻ എല്ലാവരും എന്ത് റിസ്കുകൾ കൊണ്ടുവരും എന്നുള്ളത് ഞാൻ ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ കയറി വന്ന എനിക്ക് ഇതിന്റെ റിസ്ക് എന്താന്നുള്ളത് ഇവർക്ക് അധികം ഐഡിയ ഉണ്ടാവില്ല. 47-ാം ദിവസം വൈകിട്ട് 3:55.
46 ദിവസം രാവിലെ 4 മണി. ഇല്ല. അലാറം നോക്കിയടേ, ഒന്ന് ഉറങ്ങട്ടെ ഞാൻ. എന്റെ പൊന്ന് ബിഗ് ബോസ്, അത് അലാറം എന്നല്ല, ജിൻഡോ കിടന്ന് കൂർക്ക വലിക്കണതാ. ഇയാളെ കൊണ്ട് നല്ല കൊതുകുണ്ടല്ലേ? ആരെങ്കിലും ആ വാതിൽ ഒന്ന് തുറന്നു കൊടുക്കണോ? ആ തള്ള എവിടേക്കെങ്കിലും ഇറങ്ങി പോട്ടെ. ഉറക്കില്ലാത്തേടാ. എന്തോന്നടേ അവരെന്തോന്ന് പറഞ്ഞിട്ട് പോയത്? അവരെന്തോന്ന് പറയണ അവർക്ക് തന്നെ അറിയില്ല, പിന്നെ എനിക്ക് എങ്ങനെ അറിയും? പിന്നെ ഇങ്ങോട്ട് സംസാരിക്കാൻ പറയുമ്പോൾ ഈ ക്യാമറ ഇട്ട് ഞാൻ കറക്കും, അപ്പൊ അവരാ വഴി അങ്ങ് പോകും. നീ പെട്ടടാ. നീ എന്താ നിനക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, അവിടെ ഒന്ന് പുഴുക്കുകയാണല്ലോ. എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി അല്ലേ, പിന്നെ രാവിലെ ഉള്ള സമയത്ത് ഇടയ്ക്കെങ്ങാൻ ആ ശ്രീത് കുറച്ച് ക്യൂട്ട്നെസ് കാണിച്ചു കഴിഞ്ഞാൽ അതെടുത്ത് ഞാൻ പ്രേക്ഷകരെ കാണിച്ചു കൊടുത്തോളാം. രാത്രി എന്തായാലും ഞാൻ പണിയെടുക്കാം. എടാ സമയം എത്രയും? 8 മണി ബിഗ് ബോസ്. 8 മണിയായിട്ട് പാട്ടിട്ടിട്ടില്ല ഇതുവരെ. പാട്ടിടേ. എല്ലാവരും എഴുന്നിട്ടല്ലേ? ഒരെണ്ണം കക്കൂസിലിട്ട് ബാക്കി അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ആ പാട്ടിട്ടോ. അവൻ അങ്ങനെ കക്കൂസിലിരുന്ന് സൂചിക്കണ്ട. എന്തോന്നാണ് ഇതേത് പാട്ട്? എന്തോന്നടേ? എല്ലാത്തിനും നമ്മുടെ സമാധാനമുള്ളൊരു പാട്ടിട്ട്. മേക്കപ്പ് പുതിയ ഡ്രസ്സാണ്. പുതിയ ആള് പോയോ? സമയം രാവിലെ 9 മണി. നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്ത് തേങ്ങയാടേ നോക്കണം, ഒന്നുമില്ലല്ലോ അതിനകത്ത്. ആ വാഴത്തോപ്പിലിരിക്കുന്ന സൂചി ഐസ്ക്രീം ഡയറക്ടർ, മോർണിംഗ് ടാസ്കിന് സമയമായി. അനൗൺസ് ചെയ്യട്ടെ. വെയിറ്റ്. നീ എന്തോന്നിനാണ് കരയുന്നേ? മോയിന്റെ പെണ്ണിന്റെ അടുത്ത് കരച്ചിലെടുത്താ പറക്കട്ടെ. അവളുടെ കണ്ണുതിരി വീണിട്ട് നിന്റെ ക്യാമറ സമയം കുറെ ആയി. മോർണിംഗ് ടാസ്ക് അനൗൺസ് ചെയ്യട്ടെ. വെയിറ്റ് വെയിറ്റ്. ബെല്ലടിക്കട്ടെ? ഞാൻ ബെല്ലടിക്കാൻ പറയും. ഓക്കെ, ബെല്ലടിച്ചോളൂ. മോർണിംഗ് ടാസ്ക് കൊടുത്തോ. അവിടെ ഫുഡ് റെഡി ചെയ്ത് ബെല്ലടിച്ചു. ഇവന്മാര് ഫുഡ് കഴിക്കണ്ട, ടാസ്ക് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചാൽ മതി. വിശന്നിരിക്കുമ്പോ അടിയായി പോളി. സമയം രാവിലെ 11:30. ഇപ്പൊ അടിക്കും. റെക്കോർഡ് വെക്കാനുള്ള സാർ. എന്തോന്നടേ ഇത്? ഇപ്പൊ അടിക്കുന്ന പറഞ്ഞിട്ട് നടന്നിട്ട് ഇവന്മാര് ഇതിന്റെ പാട്ട് പ്രാക്ടീസ് ഇത് സമയം 4 മണി. ഓക്കെ. ജാസ്മിന്റെ തുപ്പൽ പറ്റിയ ടിഷ്യൂ. നല്ല മണം, നല്ല മുരിഞ്ഞ ഉള്ളിവട. അപ്സര, അൻസിബ, അപ്സര, ഉള്ളിവട, അൻസിബ, അപ്സര. ഓ, എന്തൊരു സ്നേഹം. ഇതെങ്ങനെ ശരിയാവും? ഇത് ശരിയായിട്ടുണ്ടല്ലോ ബിഗ് ബോസ്. നല്ല മൊരിഞ്ഞ ഉള്ളിവട. ഓ, ഉള്ളിവടയുടെ കാര്യമല്ലടോ. ഇവര് തമ്മിൽ കഴിഞ്ഞ നല്ല മുട്ടൻ അടിയായിരുന്നില്ലേ? ഇവരിങ്ങനെ ഉള്ളിവട ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എങ്ങനെ ശരിയാവും? അടി വരണം, അടി. അടി വരും, അല്ലെങ്കിൽ ഞാൻ വരുത്തും. ക്രിയേറ്റീവ് ഡയറക്ടർ. ഉപ്പിന്റെ പേരിലടി. റേഷനിൽ നിന്നും ഉപ്പ് കട്ട്. ആ, അവിടെ പച്ചക്കറി കടയിലും റേഷൻ കടയിലൊന്നും പറ്റു കൊടുത്തിട്ടില്ല. പ്രൊഡ്യൂസറുടെ കയ്യിൽ കാശില്ല, അതുകൊണ്ട് കൊടുക്കാതെ വരുമ്പോ ഉപ്പ് കട്ട്. വാ ഓടിക്കുന്നു. ശശി, ആ ജിറാഫിന്റെ തലയുള്ള ആ ചെറുക്കൻ ആ സ്പീഡ് ഏരിയ പറഞ്ഞു വിടണേ. അവൻ എപ്പോഴും അവിടെ തന്നെയാണല്ലോ. നോറെ കരയാൻ പറയട്ടെ. നോറയോ? വേണ്ട, മടുത്തു. അതെ, എല്ലാ ദിവസവും തന്നെ. എന്തോന്നടേ? ഞാനൊരു ടാസ്ക് കൊടുത്തു. ആരും കാണുന്നില്ലല്ലോ. ഇടി ഗോപുരം അടുക്കി വെച്ചിരിക്കണ പോലെ വെച്ചിരിക്കണ പറ്റില്ല. ടവർ ടാസ്ക്. കുളിമുറിയില് ടവർ ടാസ്ക്. അടി ടാസ്ക്. ഇത് കുറെ നാളെ ടാസ്ക് തുടങ്ങിയിട്ട്. ബിഗ് ബോസിനെ വിളിച്ച് അനൗൺസ് ചെയ്യാൻ
മാറിപ്പോയി. ശ്രദ്ധിക്കുക. അഭിഷേക്, തർക്കങ്ങളാവാം, കയ്യാങ്കളി വേണ്ട. അഭിഷേകും അഭിയും കൺഫെഷൻ റൂമിലേക്ക് വരിക. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ ഞാൻ പറഞ്ഞല്ലേ എന്റെ ഭാര്യയുടെ പാലമാരിന്ന് പഠിച്ചു പെറ്റിയത് തർക്കങ്ങളാവാം, കയ്യാങ്കളി വേണ്ട. ഞാനൊന്ന് മാറ്റി പിടിച്ചതാണേ. 47-ാം ദിവസം രാത്രി 8:10. എന്താ പറ്റിയത്? ഒന്നുമില്ലടാ. മിണ്ടാണ്ടിക്ക്. എന്തെങ്കിലും പ്രവോക്കിംഗ് ആയിട്ടുള്ള രീതിയിലാണോ ഞാൻ ചോദിച്ചത്? അല്ല, പറഞ്ഞല്ലോ 2 ഉണ്ടെന്ന്. വയ്യ, സിക്കാണ്. എനിക്കൊരു ഇത്തിരി ഭക്ഷണം എക്സ്ട്രാ വേണം. ഞാൻ ഇവിടെ ഇന്നേ വരെ ഭക്ഷണം ചോദിച്ചു മേടിച്ചിട്ടില്ല. ഞാൻ അവളോടല്ലല്ലോ ഉണ്ടാക്കാൻ പറഞ്ഞത്, കിച്ചൺ ടീമിനോടാണ് ഞാൻ ചോദിച്ചത്. 2 ചപ്പാത്തി. നിങ്ങളിപ്പോ ചെയ്യുന്നില്ലേ? ഞാൻ അവിടെ ചോദിച്ചത് പറഞ്ഞിട്ടില്ല, അവർ സ്വയം ഹെൽപ്പ് ചെയ്യാൻ വന്നതാ. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. അതിന് വേറെ വേറെ രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജയിലിൽ മാങ്ങാത്തൊലി ജയിലിൽ പോയി കിടന്നതിന് സൂക്കട് നീ എവിടെ എന്റെ അടുത്ത് കാണിക്കണ്ട. നീ അനാവശ്യ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ നല്ല അന്തസ്സായിട്ട് മുഖത്ത് നോക്കി ഞാൻ വർത്താനം പറയും. അനാവശ്യ വർത്താനം പറഞ്ഞാൽ മുഖത്ത് നോക്കി ഞാൻ വർത്താനം പറയും. അനാവശ്യ വർത്താനം പറഞ്ഞാൽ നിനക്ക് ഭക്ഷണം തരാൻ പറ്റില്ലെങ്കിൽ നീ ഭക്ഷണം തരാൻ പറ്റില്ല എന്ന് പറയണം. അന്തസ്സായിട്ട് ഭക്ഷണം തരാൻ പറ്റില്ല എന്ന് പറയണം. നിനക്ക് ഭക്ഷണം തരാൻ പറ്റില്ലെങ്കിൽ ഭക്ഷണം തരാൻ പറ്റില്ല എന്ന് നിനക്ക് മുഖത്തേക്ക് പറയാൻ ധൈര്യം വേണം. തൊള്ളത്തോന്നുപോലെ അനാവശ്യ വർത്താനം പറയരുത്. 2 ചപ്പാത്തി എക്സ്ട്രാ ചോദിക്കുമ്പോൾ അവള് പറയാണ് അടുത്ത ആഴ്ച എന്നെ ജയിലിലിട്ടോ എനിക്ക് സൗകര്യമില്ലാന്ന്. നിനക്ക് തരാൻ പറ്റില്ലെങ്കിൽ നിനക്ക് തരാൻ പറ്റില്ല എന്ന് പറയണോടി. അവള് വർത്താനം പറയണത് ജാസ്മിന്റെ കണക്ക് പറയണ എന്റെ അടുത്ത് വല്ലാഞ്ചുവാ. എന്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മിണ്ടാണ്ട് കേൾക്കുന്നു. നിന്റെ ഒരു ധാർഷ്യമല്ലേ? മടക്കി ഒതുക്കി പോക്കറ്റിൽ വെച്ചോ. നീ പോടാ, നീ പോടി, നീ പോടി. ഞങ്ങളും കൂടെ പോവാ. അപ്പൊ പിന്നെ ചപ്പാത്തി എല്ലാവർക്കും ഉരുട്ടി മാവടക്കം തിന്നാം. ഒന്നാമത് കിച്ചന്റെ അവിടെ ഒരു ഫൈറ്റ് വേണ്ട. കാര്യം പറഞ്ഞ പിന്നെ കിച്ചന്റെ അവിടെ ഫൈറ്റ് വേണ്ട. അവിടെ ഫൈറ്റ് ഞാൻ എവിടെ ഫൈറ്റ് ചെയ്യണമെന്നുള്ളത് ഞാൻ നിന്റെ നേരെ വരാത്ത വള്ളി നീ പിടിക്കല്ലേ? നിർത്തി. സ്വന്തമായിട്ട് അഭിപ്രായം ആദ്യം കാണിക്കും. എന്നിട്ട് നീ വള്ളി വെക്കും. നിന്നെ കൊണ്ട് എന്ത് പറ്റണ്ട? നിന്നെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ലേശം ഉൾക്കൊണ്ടോളാം. നിനക്ക് ലേശം പേടിച്ച് ദൂരെ ഓടാനല്ലാതെ നിനക്ക് ലേശം ഉൾക്കൊണ്ടോളാം. നീ എവിടെ നിൽക്കണോ? നിന്റെ തൊണ്ടൊക്കെ ചത്തുപോകും. ശ്വാസം മുട്ടി ചത്തുപോകും. ശ്വാസം മുട്ടി പ്രശ്നം എടുക്കാൻ പറ്റില്ലെങ്കിൽ ശ്വാസം മുട്ടി ചത്തുപോകും. കാം ഡൗൺ അഭിഷേക്, കാം ഡൗൺ. വള്ളി ആകാശത്തേക്കൂടെ പോണ പറവേന മോനെ ഏണി വെച്ച് പിടിച്ച് കളിക്കല്ലേ? നിന്നെ കൊണ്ട് ഞാൻ എവിടെ നിന്ന് സംസാരിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അഭിഷേക്, ഞാൻ എവിടെ നിന്ന് സംസാരിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അഭിഷേക് അവരുടെ ഇടയിൽ ഫൈറ്റ് അല്ലേ? അവനതാ പറ്റുള്ളൂ. വെല്ലോന്റെ ആദ്യം 2 കാലിൽ എഴുന്നേറ്റ് എന്നിട്ട് പറയണ വർത്തമാനം. 2 കാലിൽ എഴുന്നേറ്റ് എന്നിട്ട് വർത്തമാനം പറയണ. 2 കാലിൽ എഴുന്നേറ്റ് എന്നിട്ട് പറയണ. അഭിഷേക്, ഞാൻ പറഞ്ഞത് കറിയോ നീ പറയുന്നത് തെറ്റാണ് അബി. കൂട്ടക്കാരെയും കുറച്ച് കഷ്ടപ്പെടും. 47-ാം ദിവസം രാത്രി 9:40. ഇത് ജയിലിലുള്ളവർക്ക് പണിഷ്മെന്റ്. ജാസ്മിനും ജിൻഡോയും ഈ ആഴ്ച നോമിനേഷൻ ഉള്ളവരുടെ വസ്ത്രങ്ങളെല്ലാം നല്ലപോലെ വൃത്തിയിൽ മടക്കി പെട്ടിയിലാക്കി കൊടുക്കുക. ഇതിനായി വസ്ത്രങ്ങളും പെട്ടിയും ക്യാപ്റ്റൻ ജയിലിൽ എത്തിച്ചു നൽകേണ്ടതാണ്. രാത്രി 10:30. നോക്കാം നല്ല തുണി അയച്ച് എൻ്റെ ആ പൗച്ച് കാണിച്ചേ.
ശരി, എന്നാ ഞാൻ ലൈറ്റർ നോക്കട്ടെ. ഞാനല്ലേ പറയാൻ കണ്ടുപിടിച്ചാണ് പറഞ്ഞത് 100%. ഇതിനകത്തില്ലെങ്കിൽ ലൈറ്റർ നിങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ സ്മോക്ക് ചെയ്തിട്ട് വന്നത് അതിന്റെ മണമായിരിക്കും. ഇതിനകത്ത് കയറി സ്മോക്ക് ചെയ്തോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല. എടി, ഞാൻ ബാത്റൂമിൽ കയറിയപ്പോ സിഗരറ്റിന്റെ സ്മെല്ലുണ്ട്. ഒന്നെങ്കിൽ പുള്ളിയെ ചെക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ പുള്ളി വലിച്ചിട്ടില്ല, പുള്ളിയുടെ കയ്യിൽ സിഗരറ്റ് ഇല്ലെങ്കിൽ ഉറപ്പായും പുള്ളിയുടെ സിഗരറ്റിന്റെ ലൈറ്ററും സിഗരറ്റും അകത്ത് കാണും. അതെവിടാന്നൊന്ന് ചെക്ക് ചെയ്യുക. പുള്ളി പറയുന്നത് പുള്ളി വലിച്ചിട്ടില്ല, പുള്ളിയെ ചെക്ക് ചെയ്തോളാം. എവിടെ സിഗരറ്റും ലൈറ്ററും ചേട്ടാ? എനിക്കറിയില്ല, അവിടെ എന്റെ പെട്ടിയിലുണ്ടാവും. നോക്കിയോ, നീ അവിടെ ഉണ്ടാവും. രാത്രി 10:35. അറിയാം, അറിയാനാ പിന്നെ നിനക്കറിയാം, എനിക്കറിയാം. അവസ്ഥ അഞ്ചു ചേച്ചി, ലൈറ്റർ എപ്പോഴും എവിടെ വെക്കും? സിഗരറ്റ് വലിക്കാനിടോ? മുൻപ് എന്തോ ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് തപ്പാന്നുള്ളത് ഭയങ്കര മോശമായതാണ്. ഇട്ടല്ലേ എവിടെ? എന്തോ ഇട്ടുണ്ടേ? ഇതല്ല. രാത്രി 11:05. ഇപ്പൊ വരണ്ട ഋഷി, ഒരു മിനിറ്റ് ഋഷി. ബാത്റൂമിലില്ല. പിന്നെന്തുവാ ഇത്? എന്താണ് എനിക്കറിയാമല്ല. അവിടെ ഇരിക്കുന്ന സമയത്ത് റസ്മി ചോദിച്ചിട്ടില്ലേ ക്യാപ്റ്റൻ ഞങ്ങളൊന്ന് കയറി സ്മെല്ല് ചെയ്ത് നോക്കിക്കോട്ടെ. ഞാൻ ഒന്ന് കയറിക്കോട്ടെ. ഋഷി മാത്രം അതിതാ, അത് പറയാൻ പറ്റില്ല, അങ്ങനെ വെക്കാൻ വായ്പ. എനിക്ക് ഫീൽ ഉണ്ട്. ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ. ഇത്ര പേര് അല്ല, പാർട്ടി മെമ്പർ അല്ല, ഞാൻ ജസ്റ്റ് ചെക്ക് ദിവസമായിട്ടും ഇല്ലെങ്കിൽ ബാത്റൂമിൽ അങ്ങനെ പുള്ളി പറയുന്നു പുള്ളി ആദ്യ ആഴ്ച വലിച്ച സിഗരറ്റിന്റെ സ്മെല്ല്. ഞാൻ സംസാരിക്കുന്നത് സ്മെല്ല് വലിച്ചിട്ടല്ലേ വന്നത്. വലിച്ചിട്ട് വന്നത് പോക്കറ്റിലും നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിലെ സ്മെല്ല് വരും. അല്ലാണ്ട് ബാത്റൂമിൽ കയറുമ്പോ ബാത്റൂമിൽ സ്മെല്ല് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിക്കില്ല മിസ്റ്റർ. ലൈറ്റർ എവിടെയുള്ള? അവിടെ ഉണ്ടോ ലൈറ്റർ? സിഗരറ്റ് അവിടെ ഉണ്ട്, ലൈറ്റർ ഇല്ലാന്ന്. അത് ഞാൻ മാറ്റിട്ട് ഞാൻ വലിക്കാൻ വേണ്ടി പൗച്ചിനകത്ത് ഞാൻ വലിക്കാൻ വേണ്ടി മാറ്റിട്ടാ. എന്റെ 3 പേര് പെട്ടിയാ. 3 പേരല്ല, 3 പേരല്ല, അത് മാറ്റിക്കോ. 3 പേരല്ല, മാറ്റിക്കോ. പൗച്ചിലില്ല. ഞാൻ അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്ന അപ്പൊ ഞാൻ വീഴുന്നു. 47-ാം ദിവസം പുലർച്ചെ 1:25. ഇതുമൊക്കെ എല്ലാരും കണ്ടോണ്ടിരിക്കല്ലേ, നാണം കെട്ട പണി. അയാൾ വിചാരിച്ചത് നടന്നോ? ഇപ്പൊ അയാൾക്ക് ഇന്ന് ഫുൾ അറ്റൻഷൻ കിട്ടിയില്ലേ? അയാള് പറഞ്ഞല്ലേ ഉറക്കില്ലാന്ന്, അതല്ലേ ഇപ്പൊ നടന്നത്. ഇന്ന് വൈകിട്ടല്ലേ കിട്ടിയുള്ളൂ. നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എത്ര ദിവസം എന്തൊക്കെ ചെയ്താലായിരിക്കും മറ്റേ എല്ലാരും കൂടെ എന്നെ കൂട്ടമായിട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞ ഔട്ട് പോണ്ടേ? ഔട്ട് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കട്ടെ. പോവാനുള്ള പരിപാടിയല്ലേ ഇപ്പൊ കാണിച്ചോണ്ട്. ഇത് കണ്ടാലൊന്നും അങ്ങനൊന്നും കാണുന്ന കാണുന്നവർക്കൊക്കെ മനസ്സിലാവും. അപ്സര, ഇതിനകത്ത് ഫസ്റ്റ് വീക്കിലുണ്ടല്ലോ മറ്റേ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഒരു ഷോ ഓഫ് ഉണ്ടായിരുന്നു എന്റെ അടുത്ത്. അത് ആരെങ്കിലും ഇവിടെ കണ്ടിട്ടുണ്ടാവും. എന്റെ നെഞ്ചത്തോട്ട് ഇങ്ങോട്ട് കയറി വന്നോണ്ടൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് ഞാൻ നിൽക്കുന്ന എന്റെ നെഞ്ചത്തോട്ട് മാക്സിമം കയറി വന്ന് നെഞ്ചുകൊണ്ട് തന്നെ തള്ളിക്കൊണ്ടൊരു ഷോ ഓഫ് ഉണ്ടായിരുന്നു. എനിക്കത് കംപ്ലൈന്റ് ഇല്ലായിരുന്നു അന്ന്. അപ്പൊ ആ സാധനം അന്ന് ഇറക്കിയപ്പോഴേക്കും കയ്യിൽ നിന്ന് മൊത്തം പോയിട്ട് ചൊറിഞ്ഞ് മറ്റേ മെഴുകിയിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടതാ അന്ന്. അതിന്റെ സെയിം റിഫ്ലക്ഷൻ ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പൊട്ടി പാളീസായി ഫുള്ള് തീർന്നിരിക്കുക. ആ തീർന്നതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് ഇപ്പൊ ഈ നമ്മളെല്ലാരും അങ്ങനെ അടുത്ത് കിടന്നു പറയുമ്പോ അങ്ങേർക്ക് വീണ്ടും അത് ചെയ്യാനുള്ളത് കൂടിക്കൊണ്ടിരിക്കും. ഇത് എങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോ ലെവൽ കൂടി ഇരിക്കുവാണ്. ഇനി പുള്ളിയുടെ മെയിൻ ഇതെന്ന് പറയുന്നത് അറ്റൻഷൻ എടുക്കാനുള്ളതാണ്. ഇതിന് പുള്ളിയുടെ ഒരു കാര്യത്തിനും വലിയായിട്ട് അറ്റൻഷൻ കൊടുക്കരുത് എല്ലാരോടും. കഴിഞ്ഞ ദിവസം വിഷയത്തിൽ കംപ്ലൈന്റ് ഉണ്ടോ? പിന്നെ എനിക്കാണ് അതായത്, എനിക്ക് കംപ്ലൈന്റ് ഉണ്ട്.
ആ അന്ന് ഞാൻ പറഞ്ഞ complaint ഇപ്പോഴും ഉണ്ട്. എനിക്ക് ഭയമുണ്ട്, എനിക്ക് കംപ്ലൈന്റ് എല്ലാരും പറഞ്ഞിരിക്കുക. അല്ല ഞാൻ ലാൽ സാറിനോട് എനിക്ക് കംപ്ലൈന്റ് ഉണ്ടെന്ന് ഞാൻ പറയും. കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് കംപ്ലൈന്റ് ഉണ്ട്. കാരണം ഇങ്ങനൊരു വ്യക്തിയുടെ കൂടെയാണ് ഞാൻ ടാസ്ക് കളിക്കേണ്ടത്. എനിക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് കംപ്ലൈന്റ് ഉണ്ട്. ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയത്. എന്റെ കംപ്ലൈന്റ് അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ കംപ്ലൈന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടാസ്ക് കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നല്ല, ഞാൻ ടാസ്ക് കളിക്കില്ലെന്ന് ഞാൻ പറഞ്ഞത്. അതിന് തന്നെയാണ് ഇന്ന് ബോൺ കൊടുത്താണ് ജയിലിൽ വിട്ടത്. പക്ഷേ ഈ ആറ്റിറ്റ്യൂഡ് മാറുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പുള്ളി ഓപ്പൺ ആയിട്ട് പറഞ്ഞതാണ്, ഞാൻ കേട്ടതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉറങ്ങുന്നൊന്ന് കാണണമെന്ന് പുള്ളി പറഞ്ഞതാണ്. അത് തന്നെയാണ് ഇപ്പൊ കിടന്നോടാ. ഇവിടുന്ന് എല്ലാരും ഓടിപ്പോയി അവിടെ ചെന്ന് നിന്നില്ലേ. അയാൾക്ക് അതായിരുന്നു വേണ്ടത്, അയാൾ സാധിച്ചെടുത്തു.